ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കോഴിക്കോട് വടകരയിലുള്ള ക്രാഫ്റ്റ് വില്ലേജിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ സർഗാലയ ഇൻ്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ നടക്കുവാണ്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സും ഓർണമെൻറ്റ്സും അങ്ങനെ ക്രാഫ്റ്റ് ഐറ്റംസും എല്ലാം ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമ്മളുള്ളത് ഉസ്ബെക്കിസ്ഥാൻ്റെ സ്റ്റോളിലാണ്. ഇവിടെ ആ രാജ്യത്തുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ ക്രാഫ്റ്റ് ഐറ്റംസും പിന്നെ അവരുടെ രാജ്യത്ത് തന്നെയുള്ള ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. 15 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഉള്ളത് റഷ്യൻ്റെ സ്റ്റാളിലാണ്. റഷ്യൻ്റെ സ്റ്റാളിൽ ഇങ്ങനത്തെ കുറേ സ്കാർഫുകളുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള സ്കാർഫുകളുണ്ട്. പിന്നെ ഒരു റിങ് കണ്ടില്ലേ, ഈ ഒരു റിങ് റബ്ബർ കട്ട് ചെയ്തിട്ട് അവിടെ ബീഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെയുള്ള ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ്, ടോയ്സ് ഒക്കെ, മരത്തിൻ്റെ തൊലി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല വളകളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ജോർദാൻ്റെ സ്റ്റാളിൽ മെയിനായിട്ടും ബാഗ്സ് ആണുള്ളത്. ഈ ഒരു റെഡ് കളറുള്ള ബാഗും പിന്നെ കുറച്ച് ഡ്രസ്സുകളും ഉണ്ട്. ഈജിപ്തിൻ്റെ സ്റ്റോളിൽ ഒറിജിനൽ ലെതർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാഗ്സ്, ബെൽറ്റ്, പേഴ്സ്, പിന്നെ ഈ റിങ്സ് കണ്ടില്ലേ, ഇതും ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ, പശുവിൻ്റെ തോല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാഗാണിത്. ഈ യുഗാണ്ടേൻ്റെ സ്റ്റാളിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോയ്സ് ഉണ്ട്. ഈ ഒരു ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ നമ്മളുടെ നാട്ടിൽ കാണാത്തതാണല്ലോ. അപ്പോൾ അതൊരു അടിപൊളിയായിരുന്നു. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇത് ലബനീസുകാരുടെ നല്ല കിടിലൻ ജ്വല്ലറി ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ജ്വല്ലറിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കേരളത്തിൽ തന്നെയുള്ള ആർട്ടിസ്റ്റുകളുടെ സ്റ്റോളുകളുണ്ട്. ഇവിടെ മ്യൂറൽ പെയിൻറ്റിൻ്റെ ഒരു സ്റ്റാളാണ്. മ്യൂറൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഓർണമെൻറ്റ്സ് ഇവിടെയുണ്ട്. ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാരുടെ സ്റ്റോളുകൾ ഇവിടെയുണ്ട്. ഇത് വെസ്റ്റ് ബംഗാളിൻ്റെ ആണ്. വെസ്റ്റ് ബംഗാളിൽ നല്ല അടിപൊളി ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് കുറച്ച് കമ്മലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തമിഴ്നാടിൻ്റെ ആണ്, നേരത്തെ കാണിച്ചിട്ടുള്ള പേൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് ലെതറിൻ്റെ ടോയ്സ് ആണ്. ഈ കുതിരയൊക്കെ ലെതർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനത്തെ കുറേ നല്ല വെറൈറ്റി ആയിട്ടുള്ള മാലകൾ, ബാഗുകൾ എല്ലാം ഇവിടെയുണ്ട്. പിന്നെ പറയാൻ പറ്റുന്നൊരു കാര്യം, അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ളൊരു റേറ്റ് മാത്രമാണ് ഇവിടെ എല്ലാ സാധനങ്ങൾക്കും ഉള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള ആർട്ട് ഫെസ്റ്റിവലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ എക്സിബിഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന്. അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവായിരുന്നു എല്ലാ സാധനങ്ങൾക്കും. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളുടെയും സ്റ്റേറ്റിൽ നിന്നൊക്കെയുള്ള അവരുടേതായിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റേറ്റ് എനിക്ക് വലിയ കൂടുതലായിട്ട് തോന്നിയിട്ടില്ല. അത്യാവശ്യം നമുക്ക് റീസണബിൾ പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റുന്നത് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു നേപ്പാളിൻ്റെ സ്റ്റാൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രസ്സ് ഐറ്റംസിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നല്ല ഡെക്കറേറ്റീവ് പീസസുകളാണ്. നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റുന്ന നല്ല ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. അതാണ് ഇവിടെ കൂടുതലുള്ളതും. ഡ്രസ്സിനേക്കാളും കൂടുതലുള്ളത് ക്രാഫ്റ്റ് ഐറ്റംസ് തന്നെയാണ്. നല്ല ഷോ പീസുകൾ, പിന്നെ നല്ല ജ്വല്ലറി, ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. നല്ല ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ്. നല്ല ഭംഗിയുള്ള ലൈറ്റ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഫെസ്റ്റിവൽ കഴിയുന്നത് വരെ ഇവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. വൈകുന്നേരം 7 മണിക്ക് ഫുഡ് കോർട്ടും ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ നമുക്ക് ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഞാൻ പൊറോട്ടയും ചില്ലി ചിക്കനാണ് കഴിച്ചിട്ടുള്ളത്. ഈ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലെ എൻട്രി ഫീസ് 100 രൂപയാണ് വരുന്നത്. അതുപോലെ വടകര ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് തന്നെ ഉള്ളവർക്ക് 50 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. നിങ്ങൾക്ക് ആധാർ കാർഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ 50 രൂപയ്ക്ക് കയറാൻ വേണ്ടി പറ്റും. അല്ലാത്തവർക്ക് 100 രൂപയാണ് ഫീസ് വരുന്നത്. ഇത് ഖാദിയുടെ ഒരു സ്റ്റാളാണ്. ഇവിടെ ചർക്കയൊക്കെ എക്സിബിഷന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുവരെ കുട്ടികളൊന്നും ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഇത് ഇവിടെ ചാട്ടയുണ്ട്. പിന്നെ പരിചമുട്ടിൻ്റെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പല്ലൊക്കെ ഉണ്ട്. പിന്നെ പണ്ട് കാലത്തുള്ള വാളുകൾ, ഇങ്ങനെയുള്ള കുറേ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ എക്സിബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങളുടെ പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പഴയ വിളക്കുകളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ തെയ്യത്തിൻ്റെ ഓരോ മുഖചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സെയിലിന് വെച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിനൊക്കെ. പിന്നെ ഇവിടെ മൺകല ഉണ്ടാക്കുന്നതൊക്കെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നു. ഇതൊക്കെ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ്.